വെലങ്ങാട് സംബന്ധിച്ച് 24 ഉരുൾപൊട്ടലുകൾ ഉണ്ടാക്കിയതെന്നാണ് ഔദ്യോഗിക ഭാഷ്യം. പക്ഷേ 40ഓളം ഉരുൾപൊട്ടലുകൾ ഉണ്ടായി എന്ന് നാട്ടുകാർ പറയുന്നു. മരണം ഒന്നാണെങ്കിൽ പോലും ഗുരുതരമായ തലത്തിലാണ് ഒരു ഗ്രാമത്തിൽ അതുണ്ടായിരിക്കുന്നത്. അവിടെ നിരവധി വീടുകൾ തകർന്നു. ഒരുപാട് വീടുകൾ 150ഓളം വീടുകൾ വാസയോഗ്യമല്ലാതായി. 116 ഹെക്ടർ സ്ഥലത്ത് ഇനി ഒട്ടും കൃഷി ചെയ്യാൻ പറ്റില്ല. 350 ഹെക്ടർ സ്ഥലം മുഴുവൻ കൃഷി തകർന്നു. 10-25 റോഡുകൾ തകർന്നു. 7 കുടിവെള്ള പദ്ധതികൾ ഇല്ലാതായി. 7 പാലങ്ങൾ തകർന്നു. ഇങ്ങനെ ഗുരുതരമായി കൃഷി മുഴുവൻ പോയി. ഗുരുതരമായ നാശമാണ് അവിടെ ഉണ്ടായിരിക്കുക. അപ്പോൾ സർക്കാർ അത് പരിശോധിച്ചൊരു വിലങ്ങാട് പാക്കേജ് തയ്യാറാക്കണം എന്നുള്ളൊരു നിവേദനം കൂടി മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ പഞ്ചായത്ത് തയ്യാറാക്കിയ നാശനഷ്ടങ്ങളുടെ കണക്ക് കൂടി, വാണിമേൽ പഞ്ചായത്ത് തയ്യാറാക്കിയ നാശനഷ്ടങ്ങളുടെ കണക്ക് കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. വെലങ്ങാടിനോടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നീതിപൂർവമായൊരു പരിഗണന ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ ഇത്തരം ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനത്തിലും മറ്റു കാര്യങ്ങളിലും സർക്കാരുമായി സഹകരിച്ചതുപോലെ തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും പരമാവധി സഹായിക്കാം എന്നുള്ള നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുള്ളത്. UDF-ലെ എല്ലാ പാർട്ടികളും അതിനോട് യോജിച്ച നിലപാടാണ് എടുത്തിട്ടുള്ളത്. അല്ല, ആ റിപ്പോർട്ട് തള്ളിയിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് കസ്തൂരി രംഗൻ റിപ്പോർട്ട് കൊണ്ടുവന്നത്. കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെ ചില അപാകതകൾ പരിഹരിക്കാനാണ് നമ്മൾ സംസ്ഥാനത്ത് ഉമ്മൻ വി കമ്മിറ്റി കൊണ്ടുവന്നത്. ഇതിപ്പോൾ മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ട്, ഇപ്പോൾ പല സ്ഥലത്തും മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമല്ല അല്ലാതെയും ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ദുരന്ത സാധ്യത, ഇപ്പോൾ അതിതീവ്ര മഴ പെയ്യുന്നു. അപ്പോൾ ഏറ്റവും പ്രോണായിട്ടുള്ള ഏരിയയിൽ ഇത്ര മില്ലിമീറ്ററിൽ കൂടുതൽ മഴ പെയ്താൽ ദുരന്ത സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ മണ്ണിൻ്റെ ഘടന അത് പരിശോധിക്കാനുള്ള സംവിധാനം, റെയിൻ ഗേജ് വയ്ക്കാനുള്ള സംവിധാനം. ഇപ്പോൾ തന്നെ വയനാട് ഹ്യൂം എന്ന് പറയുന്നൊരു പ്രൈവറ്റ് ഏജൻസി അവർ വളരെ നന്നായി ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് തലത്തിലാണെങ്കിൽ ഈ ഡാറ്റയൊക്കെ നമുക്ക് വളരെ സെക്കൻഡുകൾക്കകം കിട്ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടുകൂടി പെട്ടെന്ന് അനലൈസ് ചെയ്ത് ഇവാക്യുവേഷന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുക്കാൻ പറ്റും. ആ തലത്തിലേക്ക് കേരളം വന്നേ പറ്റൂ. നമ്മൾ പറയില്ലേ, നമ്മളൊരു നോളജ് സൊസൈറ്റിയിലാണ് ജീവിക്കുന്നതെന്ന് ഇടയ്ക്കിടയ്ക്ക് വീമ്പ് പറയില്ലേ. ആ വീമ്പ് പറയലിൽ ഇനി കാര്യമില്ല. നോളജ് സൊസൈറ്റിയിലാണ് ജീവിക്കുന്നതെങ്കിൽ ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന അറിവുകൾ സാധാരണക്കാരനെ അത് മിറ്റിഗേറ്റ് ചെയ്യാൻ, അതിൻ്റെ ലഘൂകരിക്കാൻ, പ്രകൃതി ദുരന്തത്തിൽ നിന്ന് നമുക്ക് തടുത്തു നിർത്താൻ പറ്റില്ല. പക്ഷെ ദുരന്തത്തിൻ്റെ ആഘാതം കുറയ്ക്കാൻ, മനുഷ്യജീവനുകളും അവൻ്റെ സ്വത്തും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ നമുക്ക് നടത്തേണ്ടി വരും. അതാണ് ഞങ്ങൾ വെച്ചിരിക്കുന്ന നിർദ്ദേശം. ഡെവലപ്മെൻറ്റ്, ഇനി വികസന പദ്ധതികൾ എല്ലാം തീരുമാനിക്കുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമായിരിക്കണം. അതിനെ ബേസ് ചെയ്തിട്ട് വേണം നയരൂപീകരണത്തിൽ ക്ലൈമറ്റ് ചേഞ്ചിന് വലിയ പ്രാധാന്യം കൊടുക്കണം. ആ ഒരു കാലത്തേക്കാണ് നമ്മൾ പോകുന്നത്.